ഇങ്ങനെയാണ് ടയർ പൊട്ടിത്തവിട് പൊടിയായത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാട്ടോ, 95 കുറെ നേരമായിട്ട് ഞങ്ങൾ ശരിക്കും പെട്ടു. അയ്യോ അങ്ങനെ തന്നെ ട്യൂബ് അടക്കം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പ്ലാനുകൾ മാറ്റി. ഞങ്ങൾ വിചാരിച്ചത് രാത്രിയിൽ ഇവിടുന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം, അപ്പൊ പുലർച്ചെ ആകുമ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അവിടെ എത്താന്നാണ് വിചാരിച്ചിട്ട് ഇരുന്നത്. പക്ഷെ ഞങ്ങളിപ്പോ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾ എപ്പോ വന്നു കഴിഞ്ഞാലും രാത്രിയിൽ ഇറക്കി തരും. അതെ, അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ തീരുമാനം മാറ്റി പതുക്കെ അങ്ങോട്ട് പോകും. ഇപ്പൊ മെല്ലെ പോയാൽ മതി, നമുക്ക് അടിച്ചടിച്ച് അങ്ങോട്ട് പോയാൽ മതി, എത്തണ സമയത്ത് എത്തിയാൽ മതി. അപ്പൊ രാത്രി എത്ര മണിക്ക് ചെന്നാലും 1 മണിക്ക് എത്തിയാലും 1 മണിക്ക് എത്തിയാലും 2 മണിക്ക് എത്തിയാലും 3 മണിക്ക് എത്തിയാലും ഒന്നും കുഴപ്പമില്ല. അതെ, ഇവിടെ കിടന്നുറങ്ങാന്ന് വിചാരിച്ച കിടന്നുറക്കാൻ നോക്കിയപ്പോ കിടന്നുറക്കൊന്നും വരില്ല. പിന്നെ വെറുതെ നിന്ന് സമയം കളയാന്നല്ലാണ്ട് കാര്യമില്ല. അപ്പൊ ഏതെങ്കിലും ടൗണൊക്കെ ടച്ച് ചെയ്യണത് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടു അകലെ നിർത്തി അതൊക്കെ നോക്കിയിട്ട് പോകാൻ പാടില്ലാത്ത ടൗണൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാണ്ടിരിക്കാൻ മാപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്ത് പോകാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇറക്കിയിട്ട് ചോദിക്കണം, വലിയ വണ്ടി പോണ വഴിയാണോ ചേട്ടാന്നുള്ളത് ചോദിക്കണം. അങ്ങനെ ചോദിച്ചു പോവാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അറിയില്ല, 2 പേർക്ക് വഴികളെ കുറിച്ച് അറിയില്ല. ചിലപ്പോ നമ്മൾ കുറച്ച് കുറവുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കമന്റ് അയച്ചപ്പോഴാണ്, ഇവര് കമന്റ് അയച്ചപ്പോഴാണ് നമുക്ക് അറിയണ ഏതൊക്കെയോ മഞ്ചേരി ടൗണോ അങ്ങനെയുള്ള കുറെ ടൗണുകളിൽ കയറാൻ പാടില്ല, വലിയ വണ്ടിക്ക് വേറെ വഴി ഉണ്ടെന്നുള്ളത്. ഇതിപ്പോ ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും അതൊക്കെ നോക്കി പോകാൻ വെച്ചിട്ടാണ്. മെല്ലെ നീങ്ങാലോന്ന് നമുക്ക് ബാക്ക് എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങള് മെല്ലെ അങ്ങനെ നീങ്ങാനും നിങ്ങളും പാടി. നമ്മളിപ്പോ വെഞ്ഞാറമൂട് എത്തിയിട്ടോ. ഇതുവരെ നമ്മള് വന്നിട്ടുള്ള വഴിക്കിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മള് ഇവിടേക്ക് എങ്ങനെ ഈ വരയിൽ ഇങ്ങനെ ഭംഗി വരുത്താനായിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ട്രൈറ്റ് വരച്ച പോലെ കാണുമ്പോ ഒരു ഭംഗി എന്തെങ്കിലും വേണം. അതുകൊണ്ടല്ല ഭംഗി കണ്ട ഇതെന്താ സംഭവം എന്നറിയോ? ഇവിടെ വന്നപ്പോ വെള്ള പെയിന്റും കൂടുതലുണ്ടായിരുന്നു, മഞ്ഞ പെയിന്റും കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഈ 2 വര വെച്ച് വരച്ചോളാം പറഞ്ഞു ഇവിടെ. അതുപോലെ അവിടെയാണെങ്കിൽ ചെരിച്ച് വരച്ച അവസാനിപ്പിച്ചോളാം. അപ്പൊ കാണാനൊരു ഭംഗിയാണ്. മറ്റേ ടൗൺ ഏരിയ സ്ഥലം. അതെ അതെ, എല്ലാവരും അട്രാക്ഷൻ. ഇവിടെ ടൗൺ ഏരിയ അല്ല, ഇത് കഴിഞ്ഞില്ലേ, അത് കാരണമാണ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മള് സ്ട്രെയിറ്റ് പോകണം. പകല് പോകണില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. രാത്രി ഇറക്കിയിട്ട് നാളെ നമ്മടത്തെ ഒരു പണി കഴിയില്ലോ. അതെ, ഇറക്കി കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ നാളെ ഇറക്കി തീരുമ്പോ ഒഴിക്കും നമ്മളുടെ പണി കഴിയില്ല. നമ്മുടെ പണി കഴിയില്ല. അപ്പൊ ഉച്ചയാകുമ്പോഴേക്കും പണി കഴിയുകയാണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് ലോഡ് കെട്ടി പോകുന്ന നമ്മുടെ പണി കഴിഞ്ഞല്ലോ. അത് ശരിയാ, നല്ലൊരു ആഗ്രഹം. നടക്കാത്ത ആഗ്രഹം ഇതിപ്പോ ഇന്ന് വൈകുന്നേരം നമ്മള് കണ്ടില്ലേ, നമുക്ക് നടക്കാത്ത ആഗ്രഹം നമ്മള് എന്താ പറയാ നമുക്ക് നടന്നില്ലേ, അതേപോലെ നടക്കും. ഇതിപ്പോ അവിടെ നമുക്ക് ലോഡ് കയറ്റി നിർത്തിയണ വണ്ടിയല്ലോ, ഇങ്ങനെയൊക്കെ ലോഡ് കിട്ടുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണ്ടോ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞ് മനസ്സിലായി. അതാണ് അതിന്റെ കോട്ടയത്തേക്ക് നേരെ, കൊട്ടാരക്കരയ്ക്ക് നേരെയാ. നേരെ അപ്പൊ നമുക്ക് നേരെ കൊട്ടാരക്കരയ്ക്ക് പോവാം. കോട്ടയം പോണ്ടപ്പോ കോട്ടയം പോണ്ട, കൊട്ടാരക്കരയ്ക്ക് പോവാം. ആയിക്കോട്ടെ, അതല്ലത്. ഇതാണ് സ്ഥലം മനസ്സിലായി നിനക്ക്? ഇതാണ് സ്ഥലം നമ്മൾ അമ്പലമുക്ക് കഴിഞ്ഞത്. മനസ്സിലായി? അമ്പലമുക്ക് വരെ മനസ്സിലായി. ഇനി വാമനപുരം വാമനപുരം ബസ് റൂട്ട്. അതിപ്പോ ഇത് എവിടെയായിരുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. അത് തിരുവനന്തപുരം അടുത്തുള്ള സ്ഥലം. മറ്റേ വാമനപുരം ബസ് റൂട്ട്, മറ്റേ മരൊക്കെ വിട്ടത്. ഇവിടെ ലെഫ്റ്റ് കൂടിയാ കട്ടിങ് ബൈക്കാർക്ക്. ആ ട്രാക്ക് ബൈക്കാരുടെ ട്രാക്ക് അല്ലേ? അതാണോ ഇതിന്റെ പോണത്? ചെരിച്ചിട്ടുള്ളത് കണ്ടത് അല്ലേ? നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് രാജേഷ് ആ എഞ്ചിൻ ബ്രേക്ക് ഒന്ന് ഇടുക. അപ്പൊ നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് ബ്രേക്കുമ്പോൾ കാര്യം വെക്കാണ്ട് ഇങ്ങനെ ഇറങ്ങി. നമ്മൾ മസ്തിക്ക് സാധാരണ കുത്തനെയുള്ള ഇറക്കം വരുമ്പോഴല്ലേ എഞ്ചിൻ ബ്രേക്ക് ഇടാറ്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്കൊരു ആവശ്യങ്ങൾ വരാറില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ആവശ്യം വരും. നല്ല ഇറക്കം വരുമ്പോഴേ അല്ലെങ്കിൽ ബ്രേക്കുമ്പോൾ കാര്യം വെക്കുമ്പോൾ ചൂടായി വരും. അത് വലിയ വണ്ടിയും ചെറുവണ്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ലോങ് ആവുമ്പോ ടയർ ചൂടാവാനുള്ള ചാൻസ് ഭയങ്കര ലോങ് ആകുമ്പോ ചൂടാവാൻ ചാൻസ് ഇല്ല. ലോങ് പോകുമ്പോ ചൂടാവും എന്നുള്ളത് പ്രതീക്ഷിക്കില്ല. അതാണ് പക്ഷെ നമ്മൾ നേരത്തെ പോവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാലല്ലേ, ടയറിന് ചൂടാവാനുള്ള സമയം ഇല്ലല്ലോ. മറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടികൂടെയല്ലേ നമ്മൾ ഓടിച്ചോണ്ടിരിക്കണേ. അപ്പൊ പെട്ടെന്ന് ചൂടാവുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ ബാക്ക് ആക്കിയിട്ട് ഒന്നിന് മുതൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് ഏതാ സ്ഥലം എന്നറിയോ? വാമനപുരം. ഇതാണ് വാമനപുരം കറക്റ്റ് സിറ്റി അല്ല ടൗൺ.
അതിന്റെ സിറ്റി വലിയ അടിച്ചു തന്നെയാണ് ശരിക്കുള്ള പാമ്പനം. ഇനിയിപ്പോ ബസ് റൂട്ടാ കാണണ്ടോ? അതെ, ആ ബസ് പോയ റൂട്ട് ഏതാണെന്ന് കാണണം. നിങ്ങ വാമനപുരം ബസ് റൂട്ട് ഇവിടെ ചോദിക്കന്നെ വലിയ ചിലപ്പോട്ടാ. എന്താ പറയണ്ട, കുഴൽക്കിണർ വണ്ടികൾ നിൽക്കണ എന്തോരാണോന്ന്. ഇനി വേനൽക്കാലം അവിടെ വരെ അവരോട് കിടക്കണം. അതെ, ഇതേ പൈപ്പ് നോക്കി കിടക്കണേ. ഇത് അവരുടെ കമ്പനിയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, വേനൽക്കാലത്ത് ഓട്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വേനൽക്കാലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അതെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ബോണസാണ്. വർഷക്കാലത്ത് പറഞ്ഞത് ബോണസ് എന്താ പറയാൻ പറ്റുള്ളൂ. ഒന്നും കിട്ടിയ ഈ വഴിക്ക് വരുമ്പോ നല്ല കയറ്റിറക്കണം മൊത്തം. ശബരിമലയ്ക്ക് പോകുമ്പോ നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞങ്ങൾ ഇതിലല്ല പോകണം. അല്ല, എന്നാലും ആ റൂട്ടാണെങ്കിൽ ആട്ടയ്ക്ക് പുറത്തെ സ്ഥലം നോക്കിയില്ല. അപ്പൊ അങ്ങനെ നമ്മള് കിളിമാനൂര് KSRTC സ്റ്റാൻഡിന്റെ വഴിക്ക് കിടക്കണം. ഇനി ബൈപ്പാസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ബൈപ്പാസ് ഉണ്ടാവില്ല, നേരെ തന്നെ ഉണ്ടാവുള്ളൂ. വേറെ KSRTC ഇങ്ങടെ റൈറ്റിലേക്കാ പോണത്. ആ ടൗണിൽ നമുക്ക് തന്നെയാ പോണത്, സ്ട്രൈറ്റ് വഴി തന്നെയാ പോണത്. ഹൈവേ തന്നെയാണ്. ടൗണിനുള്ളിൽ കയറുന്നില്ല. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ പിന്നെ നമുക്ക് നേരെ ഒന്നും നോക്കണ്ട, കോച്ചി ഹോട്ടലിലേക്ക് പോട്ടെ. ചായ കുടിക്കാറായ? ചായ കുടിക്കാറായിട്ട് 5 മണിയാകുമ്പോ ഇറങ്ങി ചായ കുടിക്കാം. ചായയും കോച്ചി ഹോട്ടലിലേക്ക് പോയിട്ട് ചായ ഒരു പടയും. പോലീസുകാരൻ നമ്മൾ നോക്കണ്ടല്ലോ. അത് നോക്കിയതാ, ലെഫ്റ്റ് സൈഡില് രാജേഷേട്ടനെ നോക്കിയതാ. നിന്റെ വിഷയതാവും. അത് കഴിഞ്ഞ ദിവസം ഞാനും അജീഷും കൂടി പോയപ്പോ അവരെ പോലീസുകാരെ ഫോട്ടോ എടുത്തു. അപ്പൊ അജീഷ് പറയാ, നമ്മുടെ ആരാധകരാവുന്നത്. അതേപോലെ ഇപ്പോ വീട്ടിലേക്ക് പാൻ വരുമ്പോൾ അറിയുള്ളൂ എന്ന് പറയണ്ടേ. പക്ഷെ നമ്മള് ബാക്കിയുള്ള സ്ഥലത്തൊന്നും പോയിട്ട് ഇങ്ങനത്തെ ലൈൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇത് സ്ലോ ആണ്, സ്ലോ എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള വരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇങ്ങനെ വരച്ചിട്ട് അവിടെ സ്ലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെ ഈ മഞ്ഞോറ ഡേഞ്ചറാണ്. ഇനി അടുത്ത സ്ഥലം ഏതാണെന്നറിയോ? അറിയോ? അടുത്ത സ്ഥലം കറക്റ്റ് അറിയില്ല. അവിടെ എലുമ്പ പറഞ്ഞാലും വേണമെങ്കിൽ കിളിമാനൂര് കഴിഞ്ഞ അടുത്ത സ്ഥലം ഏതാന്നുള്ളത് നമുക്ക് നോക്കിട്ട് പറയാം. നമ്മുടെ അവിടുത്തെ ആണെങ്കിൽ പുട്ടുകാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോണങ്ങാട് കഴിഞ്ഞാൽ താണിക്കൂടെ കരുവങ്ങാട് എന്നൊക്കെ നമുക്കറിയാം. ഇത് മാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാട്ടോ. അല്ലെങ്കിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാം. കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു മെയിൻ വലിയ ടൗൺ. ഉണ്ടോ? ഹലോ ഗൈസ്, ഈ സംഭവം ഉണ്ടായി അടിപൊളിയായിട്ട്. ഞങ്ങളുടെ ഒരു ടയർ അങ്ങോട്ട് പൊട്ടി. അതെ, നിങ്ങൾ അറിഞ്ഞ ആരെങ്കിലും ഇല്ലല്ലോ? ഞങ്ങൾ അറിഞ്ഞു. അതിന്റെ കാര്യം മുമ്പില് പോയ ബൈക്കാരും പറഞ്ഞു, സൈഡിലൂടെ വന്ന വണ്ടിക്കാരും മുഴുവൻ അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു. എന്താണ്ടായ ശബ്ദം കൊണ്ട് കേട്ടു. പക്ഷെ ഞങ്ങള് അടുത്ത ടയർ കട വരെ പോവാണ്. കാരണം നമ്മളുടെ എയർ ഉണ്ടായിരുന്ന ടയറാണ് പൊട്ടിയത്. അത് ഡമ്മി ടയർ. അതെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങക്ക് കുഴപ്പമുണ്ട്. നമ്മള് ഇവിടെ മരത്ത് ടയർ കട നോക്കി പോവാം, അത്രേ ഉള്ളൂ. ടയർ കടയിൽ എത്തിയിട്ട് ആ സാധനം പോരുന്നു. അപ്പൊ രാജേഷിന്റെ അടുത്ത പരിപാടി മാക്സിമം ടയർ കട എവിടെയാന്ന് നോക്കിട്ട് എന്നോട് പറഞ്ഞു തരാം. എനിക്ക് രണ്ടും കൂടി പറ്റില്ല. അതാണ് ഞാൻ നോക്കണത്. അപ്പൊ നീ നോക്കിക്കോ. ഓക്കെ അപ്പൊ നോക്കി പറയാം. വിശേഷം അവിടെ നിന്നൊരു ബാക്കിലൊക്കെ കാണിച്ചു തരാം. രാജേഷ് ഇതേ ഒരു സ്ഥലത്ത് ടയറിന്റെ അത് ചോദിക്കാൻ പോയിക്കാം. വലിയ വണ്ടിയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചിട്ട് വരാം. ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒതുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സംഭവം. ഇനിയിപ്പോ ഒരു ടയർ കൂടി എടുക്കാറായി. രക്ഷയൊന്നുമില്ല. എന്താ ചെയ്യുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം നമുക്ക് ടയർ മാറ്റാം. ടയർ എയർ വന്നു. അത് നമ്മൾ വണ്ടി പഴയത് മേടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടയറൊന്നും ആരും പുത്തനൊന്നും ഇട്ടിട്ട് തരില്ല. ഓടി തുടങ്ങി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാലാണ് നമുക്ക് അറിയുള്ളൂ എത്രത്തോളം കംപ്ലൈൻറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടയർ എയർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പൊട്ടും എന്നുള്ളത് അറിയായിരുന്നു. എയർ കുത്തി കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈനിൽ തന്നെ അലക്കി കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ ആ ടയർ സ്റ്റെപ്പിനായിട്ട് എടുത്ത് വെച്ചിട്ട് സ്റ്റെപ്പിന് ഇരിക്കുന്ന ടയർ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇടാം. അത് ഡെമ്മിയിലായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു വിചാരിക്കുന്നു. പിന്നെ പഞ്ചറാകുമ്പോഴാണ് പ്രശ്നം വരിക. ഈ ടയർ ഇനിയിപ്പോൾ വല്ല പീസിട്ട് നിറയ്ക്കാനൊന്നും പറ്റില്ല. ഈ ടയർ ഇനിയിപ്പോൾ മാറ്റി ഒരു ടയർ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യം നടക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ രാജേഷ് ചോദിച്ചിട്ട് അവിടെ നിൽക്കണോ? വരുന്നില്ലല്ലോ. വരുന്നുണ്ട്, ചോദിച്ചു നോക്കിയോട്ടെ.
ഇങ്ങനെയാണ് ടയർ പൊട്ടിത്തവിട് പൊടിയായത്. അപ്പോൾ ഞങ്ങൾ ഇത് കയറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലാണ് വണ്ടി മുകളിലേക്ക് മറ്റേ ടയർ മുകളിലേക്ക് കയറുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ടയർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പൊങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീലിനും ഇതുള്ളത് നല്ലതാണ്. മെഷീനുള്ള സ്ഥലത്താണ് അഴിക്കാൻ പറ്റുള്ളൂ. മെഷീൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ടയർ ഊരി എടുത്തിട്ട് നേരെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കളയാനേ പറ്റുള്ളൂ. കാരണം അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ ഇതാ എന്താ പറയുക, ഇത് ഫൈബറേ ടൂട്ടേക ആണതുമാ ഇത് വെച്ചിട്ട് ചോട്ടാ വാല നെയ്യേ ഓ ത്രെഡ് ചെറുതില്ലേ ये छोटा वाला नहीं है, ये इसका थिकनेस है ना, थिकनेस कमी उसका अंदर चलेगा। इससे छोटा नहीं है। हाँ इसका छोटा नहीं है, इसका छोटा तो इसका अंदर कैसे जाएगा? ऐसा वाला है इधर भी नहीं है ऐसा बोलो। ये जो साइज का है वो साइज का भी चाहिए ना। इसका छोटा साइज मिलेगा, ये वाला है ना ये छोटा मिलेगा। वो नहीं अंदर जाएगा, इधर भी नहीं है ना। ഇവിടെ അത് എന്താ വെച്ചാൽ വീൽ കപ്പ് വെച്ചിട്ടുള്ള കാരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ സാധനം അഴിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീൽ കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീൽ കപ്പ് ഇട്ടാലേ ഇത് അഴിക്കാൻ നല്ല പാടാണ്. ആൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടാണ് ആൾ ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞു പൊട്ടിയാൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല ചേട്ടൻ ധൈര്യമായിട്ട് അങ്ങനെ അഴിക്കുക, നമ്മൾ ഇതിന് മുന്നേ അഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് അഴിപ്പിച്ചതാണ്. കേക്ക് നെറ്റ് ബാലൻസ്. ആൾ തിരക്കുകാരനാണ്, ആൾക്ക് ആകെ തിരക്കാ. ടയർ അങ്ങോട്ട് ഊരിയെടുക്കും. ടയർ കട്ടൊക്കെയുള്ളതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം അല്ലെങ്കിൽ ഇതിപ്പോൾ സ്റ്റെപ്പിനായിട്ട് കയറ്റി വെക്കാനേ പറ്റുള്ളൂ. ബൈ ഏക്ക് മിനിറ്റ് ദേക്കിനെ കയറിയേ तो साइड में रखो। तो कुछ नहीं करने का ना, മുഴുവൻ പൊളിഞ്ഞു പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, കളയാനേ പറ്റുള്ളൂ. അയ്യോ നമ്മുടെ ആ പൊട്ടിയ സംഭവമില്ലേ, അങ്ങനെ തന്നെ ട്യൂബ് അടക്കം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ആ സ്റ്റെപ്പിന് ഇടാലോ. അപ്പോൾ എന്തായാലും ഇത് ഊരി കളയുക, പുതിയൊരു ടയർ ഇടുക, ഇത്ര ചെയ്യാമല്ലോ. സ്റ്റെപ്പിന് ഇതേവരെ അയച്ചെടുക്കുന്നത് കണ്ടിട്ടുള്ളൂ, എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇനി നോക്കി മനസ്സിലാക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ ടയർ കടയുടെ മുന്നിലായാലും കുഴപ്പമില്ല. രാത്രി പോകുന്നെങ്കിൽ പണി പൊളിയാണ്. ടയർ കടയൊക്കെ അടച്ചിടുന്ന സമയത്താണെങ്കിലേ ജാതി പ്രശ്നമായേനെ. അപ്പോൾ എന്തായാലും വീൽ സ്പാൻഡർ വെച്ചിട്ട് ആ സാധനം ഊരിയെടുക്കുകയാണ് കേട്ടോ. ചെറിയ അലർച്ചിട്ട പണിയൊക്കെ കിട്ടും. ഇതേപോലെ കാണുമ്പോൾ എന്ത് നല്ല ടയറായിരുന്നു, ഒരു കുഴപ്പമില്ല, അടിപൊളി കട്ടൊക്കെയുള്ള ടയർ. നമ്മൾ മേടിച്ചപ്പോൾ വിചാരിച്ചു ഇപ്പം ഇനിയിപ്പോൾ ഒരു കൊല്ലത്തേക്ക് ടയറുമ്പോൾ നോക്കണ്ട, ഒരു 19,000 കിലോമീറ്റർ ഓടുന്നു. പക്ഷേ ഇതേപോലെ എയറാവൊന്നും വിചാരിച്ചില്ലല്ലോ, പൊളിഞ്ഞ് പാളിസായി. എന്തായാലും നമ്മൾ കുത്തി കളയാൻ നിന്നാട്ടോ. കുത്തി കളഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ലെയർ പൊട്ടി തവിട് പൊടിയായതിനെ. ഇപ്പം പിന്നെ അങ്ങനെ എന്താ പറയുക, ലൈനിൽ പൊട്ടിയതുകൊണ്ട് വേറെ ഒന്നുമില്ല, ട്യൂബ് പോയി എന്നല്ലാണ്ട് വേറെ പ്രശ്നമില്ല. അല്ലെങ്കിൽ പേടിക്കണം നമ്മളെ. ഞാൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടാന്ന് വിചാരിച്ചിട്ടുള്ള സാധനമായിരുന്നു, കുഴപ്പമില്ല. ഇത് കയറ്റിയാ ബയ്യത് ഊരാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അടിപൊളിയായി അല്ലേ ഭയ്യ? പഹലെ ക്യാ സോച്ചാ? ആ ശരി, ആള് വിചാരിച്ചത് പറ്റില്ല. ഞാനും പിന്നെ ആദ്യം വിചാരിച്ച് പറ്റില്ലായിരിക്കും ഈ സാധനം. പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം അയച്ചിട്ടുണ്ടേ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഈ പറഞ്ഞ പോലെ വഴിയില്ല, വരാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആളോട് പറഞ്ഞത്. ധൈര്യമായിട്ട് അങ്ങോട്ട് ചേട്ടൻ അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് പൊട്ടിപ്പോവും, പൊട്ടിയാൽ അഴിക്കാൻ പറഞ്ഞു. ഇനി മുറുക്കട്ടെ കേട്ടോ. ഇനി അപ്പുറത്തെ സ്റ്റെപ്പിനും കേട്ടു. സംഭവം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഇനിയൊരു പഞ്ചറായാലാണ് പണി കിട്ടുക. വീൽ കപ്പ് ഇടുന്നതിലാണ് കാര്യം. ചെറിയ അലൈൻമെൻറ്റ് തെറ്റി കഴിഞ്ഞാൽ കയറില്ല അതിൻ്റെ ഉള്ളിലേക്ക്, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, അത് കറക്റ്റാണ്. ഇനി ആ സൈഡ് ഭാഗ്യത്തിന് മഴയില്ല കേട്ടോ. മഴ പെയ്യാനുള്ള സകല ചാൻസ് കാണാനും ഉണ്ട്. പിന്നെ ഒന്നും അതിന് മുന്നേ തീർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഇവിടെ നിന്ന് നീങ്ങാൻ പറ്റില്ല, ഈ പെട്ടു പോകും ഇവിടെ.
നമ്മൾ തീരുമാനം മാറ്റിയിട്ട് ആദ്യം ഇത് നമ്മൾ ഫിറ്റ് ചെയ്താൽ ഇത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇനിയിപ്പോൾ തടി ഇറക്കുമ്പോൾ തന്നെ ആയാലും ഇതുമലേക്ക് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ തടി ഇറക്കണവരെ എന്തായാലും ആ വീൽ കപ്പൊക്കെ ഫിറ്റ് ചെയ്യണമല്ലോ. അതേപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. ഇനി അപ്പുറത്തെ സൈഡിലേക്കൂടി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റായിരുന്നു. നോക്കി നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അപ്പുറത്തേക്ക് ഊരാൻ പറ്റുമെന്ന് ഈ സംഭവം കിടക്കുമെന്ന് നോക്കട്ടെ. അവൻ്റെ കിടക്കുകയാണെങ്കിൽ അതും കൂടി ഊരിയെടുക്കാം. ഈ സൈഡിലത്തെ നമ്മൾ ഊരി എടുത്തു കേട്ടോ. എന്തായാലും സംഭവം കഴിഞ്ഞു. അത് ഫുൾ സ്റ്റെപ്പിന് ടൈറ്റ് ഫുൾ ചെയ്തില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ സംഭവം എല്ലാം ഓക്കെ. നമ്മൾ വിചാരിച്ചോളും മനസ്സിൽ ഈ സാധനമൊക്കെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. അപ്പോൾ എന്തായാലും പൊട്ടാനുള്ള ടയർ പൊട്ടിയ കാരണം ഇപ്പോൾ ഇതൊക്കെ ഊരാൻ പറ്റിയ അത് നല്ലതിനെന്ന്. പക്ഷേ ഇത് നല്ലതിന്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, നേരത്തെ പോരാൻ തോന്നിയതും അതുപോലെ തന്നെ എന്താ പറയുക, തടി ഇറക്കുമ്പോൾ ഇത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാറായിട്ടുള്ള ടയർ പൊട്ടിപ്പോയത്. അപ്പോൾ കുഴപ്പമില്ല, കൈ എഴുതട്ടെ. അപ്പോൾ ചേട്ടന് പൈസ കൊടുത്ത ശേഷം പോകലെന്നാ ഒരു അരമണിക്കൂറത്തെ ചിറ്റിൽ. പക്ഷേ അരമണിക്കൂറത്തെ ചിറ്റിലുണ്ടായാലും നന്നായിട്ട് അത് പൊട്ടിയത് വളരെയധികം സന്തോഷമായി. ഒരു ടയർ പൊട്ടിയത് വളരെയധികം സന്തോഷമായി. കാരണം ആ നമ്മുടെ വീൽ കപ്പ് പോകാണ്ടിരുന്നു, അല്ലെങ്കിൽ അത് ഇറക്കുമ്പോൾ എന്തായാലും പോകേണ്ട ഒരു സാധനമാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, അതവിടെ ഇരിക്കണേ അല്ലേ? നമുക്ക് അതിപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ അല്ലേ? ബോക്സിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ വെക്കാം, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ പിന്നെ ഇത് അവിടെ ചവിട്ടുമ്പോൾ വരേക്ക് കാല് വെക്കാമല്ലോ. എന്തായാലും പഞ്ചറൊക്കെ ഒട്ടിച്ച് പോകുന്നു. പഞ്ചറൊന്നും ഒട്ടിച്ചില്ല. പൊട്ടിയ ടയർ പഞ്ചർ ഒട്ടിക്കല്ലേ, അത് മാറ്റി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇനി അത് ആവശ്യമില്ല. ഇനി അടുത്ത പഞ്ചറായി എന്ത് ചെയ്യുമെന്ന് അറിയോ? അടുത്ത പഞ്ചറായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യല്ലേ, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അല്ല, നമ്മുടെ കയ്യിൽ ശരിക്കും ഈ 12 വീലാകുമ്പോൾ 2 വീല് മാറ്റിയിടാൻ വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലിഫ്റ്റ് വീല് പൊക്കി വെക്കാം. അതിൽ നിന്ന് ആ പഞ്ചറാവണം 2 വരെ പഞ്ചറായാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ 12 വീല് വണ്ടി ആയതുകൊണ്ട് മാത്രം. അതെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം. അതിന് മുന്നേ ഇവിടെ ചായക്കടി ഉണ്ടായിരുന്നു, ചായ കുടിക്കായിരുന്നു സുഖമായിട്ട്. സമയം 5:15 കഴിഞ്ഞു കേട്ടോ. ടയർ മാറ്റുന്ന കാരണം സമയം പോയത് അറിഞ്ഞില്ല. ഒരു ഈച്ച കയറി അതിൻ്റെ ഉള്ളിൽ. ചായ അടുത്തത് ഇവിടെ ചായ, പക്ഷേ ഇവിടെ നിർത്താൻ പറ്റില്ല. അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് ആയിരിക്കും. ചായക്കട, ഇതും ചായക്കട നിർത്താനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ ചെറിയ ചായക്കട മാനസികമായിട്ട് വിഷമിപ്പിച്ച പോലെ എന്നെ ഗിയർ മാറ്റിച്ചു. ഡേഞ്ചറസ്. ഇനി അടുത്ത ചായക്കട നല്ലതായാലും പൊട്ടയിൽ നമ്മൾ കുടിക്കും. അതിലേന്ന് കണ്ടിട്ട് നിനക്ക് ചായ പൊട്ടയാന്ന് തിരിച്ചറിയാനുള്ള മറ്റേ കഴിവൊന്നുമില്ലല്ലോ. അവിടെ മാനസിക സംതൃപ്തി കിട്ടണില്ല. ഇവിടുത്തെ ലൈറ്റ് കണ്ടത് ഈ മൊത്തം ലൈറ്റ് സോളാറാട്ടോ. ബാറ്ററി പെട്ടിയൊക്കെ ദ്രവിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാറ്ററി വെച്ചിട്ടുള്ള പെട്ടികൾ. പക്ഷെ എല്ലാവർക്കും സോളാർ തന്നെയാണ് സാധനം. കത്തോ നമ്മുടെ സോളാർ വേണം. അല്ല, ഇത് കത്തോ ഇല്ലെന്നുള്ളതാണ് ചായക്കട. എവിടെ അല്ലല്ല, ശീതള പാനീയ. ശീതള ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കാം, 3D പോയിട്ട് ഒരു സൈഡിൽ എവിടെയെങ്കിലും കാണാം. ചായ കുടിക്കാനായിട്ട് നിർത്തിയതാ. വീല് കുറച്ച് താന്നു പോയി. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാം അല്ലേ? ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും താന്നു പോവോ? ഇല്ല. ഇതിലും ഇത് വയ്ക്കും. ഇതൊക്കെ എയർ കുറവാ. അത് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാം. നമുക്ക് പെട്ടെന്ന് കുടിച്ചിട്ട് വരാം. അത് താഴെ ഉണ്ടല്ലേ? അത് ഒരു ഭാഗ്യ പരീക്ഷണം വേണ്ടാന്ന് വെച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ, ഞാൻ ഈ കടയുടെ മുന്നിൽ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ലേശം കയറ്റി നിർത്തിയത്. ഓ ഉണ്ടോ, ഭാഗ്യമായിട്ടോ. ഇത് പണി കിട്ടിയേനെ. തിരിച്ചു വരുമ്പോഴേക്കും താന്ന് പോയത്. റോഡ് സൈഡിൽ തന്നെയായിട്ട് ഇങ്ങനെയായിട്ട്. ഇതാണ് കേട്ടോ ചടയമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ചടയമംഗലത്ത് നിന്ന് നേരെ റൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഡായിപ്പാറ. നീ കണ്ടില്ലേ? ഇത്തിരി ജഡായിപ്പാറ കണ്ടില്ലേ? കാണണ്ട? അതേ കാണൂലേ? ഓ, ജഡായിപ്പാറയുടെ ശില്പം എനിക്ക് ലേശം ബാക്കിലേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കയറാൻ നല്ല പൈസ അതിൻ്റെ ഉള്ളിൽ. ഞാൻ കയറിയിട്ടുണ്ടോ പ്രാവശ്യം എല്ലാവരും കൂടി വന്നപ്പോൾ. എന്താ വെച്ചാൽ റൂപ്പിലാണ്. മറ്റേ നടന്നു പോവുകയാണെങ്കിൽ പൈസയൊക്കെ കുറവാണ്. ചായ കുടിക്കാം. എന്തായാലും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അവിടെ നിർത്തിയെങ്കിൽ വീല് താന്നു പോയത്. നിങ്ങൾക്ക് ജഡായിനെ ശരിക്കും കാണണോ? പക്ഷേ ജഡായിപ്പാറേൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കാണുന്നത്.
ഇതിൽ നോക്ക്, ക്യാമറയിൽ നോക്ക്, അപ്പൊ കാണാം. കണ്ട അമ്പലം, അമ്പലമല്ല ജഡായിപ്പാറയുടെ മുകളിലത്തെ സംഭവം. ഇതൊരു ഗരുഡന്റെ പടമാണ്, പക്ഷെ അത് ഇവിടെ നിന്നിട്ട് കാണില്ല. ഇത് ഇതിന്റെ ബാക്ക് സൈഡാണെന്നുണ്ട്, അതുകൊണ്ടാണ് കാണാത്തത്. അവിടെ നിന്ന് വന്നപ്പോ കണ്ടില്ലേ നമ്മള്? അതെ. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റില്ല. പോവാ നമുക്ക്. ചടയമംഗലം ടൗൺ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യ. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എവിടെ വെച്ചിട്ടാണ് ടയർ പൊട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ചടയമംഗലത്തിന്റെ തൊട്ടടുത്ത് വെച്ചായി. മനസ്സിലായ? മറ്റേ ഇതിന്റെ അവിടെ അങ്ങനെ പറയും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നടന്നു. ഇവിടെ നല്ല ചായക്കടി ഉണ്ടായിരുന്നു. നമ്മൾ ആ തല്ലിപ്പൊളി നീ നിർത്താൻ പറഞ്ഞ് ഞാൻ നിർത്താൻ പറഞ്ഞില്ല, നീ നിർത്തിയതാ. ഇവിടെ ഞാനത് പറഞ്ഞ എനിക്കറിയാം തല്ലിപ്പൊളിയാന്ന്. ചായ ടൈമില്ല, ചായ തന്നെയല്ല അത് മൊത്തത്തിൽ കഴിയുമ്പോ ഇല്ല. പോലീസുകാർ ബാക്കിൽ വരുന്നത് കൈ നീട്ടാണോ? ഞാൻ എന്താ വെച്ചാൽ ഹോൺ അടിച്ച അപ്പന്റെ സൈഡ് കൊടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കൈ നീട്ടില്ല. ഹോൺ അടിച്ച് കഴിഞ്ഞാൽ അപ്പന്റെ കൈ സൈഡ് കൊടുക്കണം. അർജന്റായിട്ട് പോണതാ, അർജന്റായിട്ട് പോണതാ പോയി. അപ്പൊ അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു. എല്ലാം വീൽ കപ്പ് ഊരി വെച്ചു. നമ്മൾ അവിടെ വെച്ച് അത് ഊരാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഊരി വെക്കാണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ എന്തായാലും അത് രക്ഷപ്പെട്ടു. വീൽ കപ്പ് പൊട്ടൊന്നും മേടിക്കണ്ട. ടയർ പൊട്ടുന്ന പൈസ തന്നെ വീൽ കപ്പിന് പോവേ പൊട്ടുമ്പോ. അപ്പൊ ഇനിയിപ്പോ അത് മേടിക്കണ്ട. ഇനിയിപ്പോ എല്ലാം അങ്ങോട്ട് പോവാൻ നമുക്ക്. ഇനിയിപ്പോ 6 മണിക്കൂർ അങ്ങോട്ട് ഇനിയില്ലേ? പാട്ടും പാടി എല്ലാം പോവാന്നേ. സ്ഥലത്തിന്റെ പേര് നമുക്കിവിടെ നോക്കാം. ആയൂർ. നമ്മളിപ്പോ നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിസ്സാര കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് ആദ്യം ഒരു ഓട്ടം പറഞ്ഞത്. പക്ഷെ നമ്മള് മറ്റേ ഓട്ടം എടുത്തതിന് ശേഷം അത് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കി. അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടം ഇവിടെ നിന്നായിരുന്നു നമ്മൾ കയറ്റി പോകാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സിഗരറ്റ് കിട്ടിയായിരുന്നു. ആയൂരിനെ കുറിച്ച് അത് കാരണം നമ്മൾ ശ്രദ്ധിച്ചു. നല്ല കുഴപ്പമില്ലാത്തൊരു നല്ല സെന്ററാണല്ലോ പോവാ. ഈ ആയൂരിന്റെ ഒരു സൈഡ് മുഴുവൻ പാറയുണ്ടോ? പാറ അമ്പലല്ലേ നീ കണ്ടത്? അമ്പലം. അപ്പൊ ഡീസൽ എത്രയ്ക്ക് അടിക്കുന്നത്? ഫുൾ ടാങ്കാ? കേരളത്തിൽ നിന്ന് അത്ര അടിക്കാൻ പാടില്ല. കേരളത്തിൽ നിന്ന് എപ്പോഴും 5000 8000. അതെന്താ കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? അപ്പൊ കേരളത്തിൽ നിന്ന് നമ്മൾ അടിക്കുമ്പോ ഫുൾ ടാങ്ക് അടിക്കണ്ടേ? തമിഴ്നാട്ടിൽ പോകുമ്പോൾ 2 കുറച്ചായിരിക്കും. അപ്പൊ മതി. അപ്പൊ ധൈര്യമായിട്ട് ഓടാനുള്ള കിട്ടില്ലേ? അതിന് ആവശ്യത്തിൽ അധികം 5000. അവിടെ വില കുറവുണ്ടാവും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാട്ടോ. 95 അപ്പൊ നമ്മുടെ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 94 എത്രയായിരുന്നോടാ സംതിങ്. അപ്പോൾ ഇങ്ങടേക്ക് വരുമ്പോൾ എന്താ പറയുക, എറണാകുളത്ത് 11 അപ്പോൾ 95 രൂപ. അപ്പോൾ 1 രൂപയുടെ താഴെ വ്യത്യാസം അല്ലേ? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളം സൈഡിൽ നിന്ന് ഇവിടം വരെ ഓടി വെക്കുന്നതിൻ്റെ പൈസയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല. വില കൂടുതലാണോ എന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ടാണ് അടിച്ചോളാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ആയിക്കോട്ടെ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഫുൾ അടിക്കാതാണ് നല്ലത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തൃശ്ശൂരിൽ തന്നെ ഡീസൽ അടിച്ച് വരികയാണ് നല്ലത്. 80 പൈസയുടെ വ്യത്യാസമുണ്ട്. 80 പൈസയുടെ വ്യത്യാസമുണ്ട്. തൃശ്ശൂരിൽ അടിച്ചു പോയി ഫുൾ ടാങ്ക് അടിക്കുന്നത് അല്ല. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എത്ര രൂപ വ്യത്യാസമായി. അത് കാരണം എപ്പോഴും കുറവ് മതി. ഇപ്പൊ ഹാഫ് ടാങ്ക് ആയി നമുക്ക്. മതി, ഹാഫ് ടാങ്ക് മതി. അതെ, ഇവിടെ അടിക്കാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോണ ആൾക്കാരാണെങ്കിലേ കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചാൽ മതി. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അതാണ് അതിന്റെ വ്യത്യാസങ്ങൾ. മഴക്കാറ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്യോ? ഇല്ല. ചെന്നിട്ട് മഴ പെയ്യും. നീ പറയണ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതാണ് നിന്നോട് ഞാൻ ചോദിക്കണത്. അപ്പൊ മഴ പെയ്യില്ലെന്നല്ലേ വെരി ഗുഡ്. അങ്ങനെ ആയിരിക്കും. 3 വണ്ടി കുറെ സ്ഥലത്ത് മാറ്റി വഴിയിൽ ഒതുക്കണു. അത് നമ്മളെ കടന്നു പോയിട്ട് പോകാനൊക്കെ അവിടെ ഡ്രൈവർമാര് നിന്ന് ഇനിയിപ്പോ പിന്നാലെ പോരും. അടുത്ത സ്ഥലത്ത് നമ്മൾ ഒതുക്കുമ്പോ അവർ നമ്മളെ കടന്നു പോകും. പുലിക്കോട് സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞത്. പുലിക്കോടല്ല, പുലിക്കോട്. രാജേഷും ഞാനും കൂടിയിട്ടുള്ള സ്ഥലങ്ങളുടെ മുഴുവൻ സ്ഥലം വായിച്ച് പഠിച്ചിങ്ങനെ വരായിരുന്നു കേട്ടോ. കുറേ സ്ഥലങ്ങൾ പഠിച്ചു രാജേഷേ. ഇങ്ങനെയുള്ള നമ്മൾ പഠിക്കുക. അതെ. അങ്ങനെ നമ്മള് എവിടെ എത്തി? കൊട്ടാരക്കര എത്തിയിട്ടാ. കൊട്ടാരക്കര നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടികൾ, കണ്ടെയ്നർ വണ്ടികൾ, ലോഡ് വണ്ടികളൊക്കെ നമ്മുടെ മുന്നിൽ ഈ സമയത്ത് പോകണം കേട്ടോ. ഇത്ര നേരം നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ ഉണ്ടോന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് എങ്ങനെ കൊണ്ട് നേരെ സ്ഥലപ്പേര് വായിക്കാൻ അറിയില്ല. സ്ഥലപ്പേര് കാണണ്ട. ഏത് സ്ഥലപ്പേരായാലും വണ്ടി ഇടിച്ചിട്ടുണ്ട് ഇവിടെ. ആംബുലൻസ് ആണല്ലോ. ആംബുലൻസ് 2 ആംബുലൻസ് കിടക്കുന്നുണ്ട്. ആംബുലൻസ് ഇടിച്ചിട്ടുള്ളത്. ബൈക്ക് കിടക്കണുണ്ട്. ആംബുലൻസ് ബൈക്ക് ഇടിച്ചെന്ന് അല്ലേ? ആക്സിഡന്റ് ആണ് സംഭവം. മനസ്സിലാക്കില്ല എന്താണെന്നുള്ളത് കാര്യം. അങ്ങനെ ഞങ്ങള് സ്ഥലം കണ്ടുപിടിച്ചു. കുളക്കട. താഴത്ത് കുളക്കട എന്ന് പറയും. പിന്നെ മേലത്ത് കുളക്കട വേറെ ഉണ്ട്. അത് മേലെ നമ്മള് അത് ഇറക്കിറങ്ങി വന്നില്ലേ? അതെ. താഴെയാണെങ്കിൽ അത് മേലെയാണല്ലോ. ബാക്കിയുള്ളത് കാണാം. മിഡില് കുളക്കട. എത്ര സമയം വണ്ടി ഓടിച്ചിട്ട് എത്ര ആഴ്ച ആകെ 75 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. കൊറേ ദിവസമായ പോലെ തോന്നണത്. നീങ്ങണില്ല. ഈ വഴി മൊത്തം കയറ്റിറക്കായതുകൊണ്ട് വണ്ടി എത്ര ഓടിച്ചാലും നീങ്ങില്ല. വണ്ടിയാ. അതാണ് നമ്മള് നീ പറഞ്ഞത് നമുക്ക് ഈ വഴിക്ക് മറ്റേ പിടിക്ക് മുമ്പ് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വഴി നല്ലതാണെങ്കിലും എത്തില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് കാരണം ഇതാ. കേരളത്തിൽ മാത്രമുള്ള ഈ പ്രശ്നം. ഇനിയിപ്പോ മറ്റേ തിരുവനന്തപുരത്തേക്കൊക്കെ ഇനിയിപ്പോ സുഖമില്ല. കാറ്റൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒന്നുകൂടി വരാം. നമ്മളിപ്പോളേ പന്തളത്തെത്തിന്റെ പന്തളം നമ്മള് നേരെ കോട്ടയമാണ് പോണത്. 50 കിലോമീറ്റർ. പന്തളത്തിന്റെ അവിടെ എത്താറായപ്പോ കുറച്ച് മഴയുണ്ട്. മഴ ഇപ്പൊ പന്തളത്തും മഴ തന്നെയാണ്. നല്ല ബ്ലോക്കും ഉണ്ട്. നമ്മളെന്നാലും കടന്നു പോകുന്നു. നമുക്ക് വലിയ ബ്ലോക്ക് ഇല്ല. ഇവിടെ അങ്ങോട്ട് പോണവർക്കാണ് ബ്ലോക്ക് ഉള്ളത് കേട്ടോ. നമ്മളങ്ങനെ ഞങ്ങള് പന്തളത്ത് വന്നിട്ടില്ല പോവാറ്. ശബരിമല പോയിട്ട് വരുമ്പോ ഞങ്ങള് പന്തളത്ത് തിരിച്ചു വരുമ്പോ പന്തളത്ത് ഇറങ്ങി അമ്പലത്തില് കയറി തൊഴുത് ഒക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുക. തിരുവല്ല എത്തിയിട്ടാ. ടൗണിൽ പോയിട്ടില്ല. ബൈപ്പാസ് കൂടി തിരിഞ്ഞ് കയറി വന്നു. ഇവിടെ നമുക്ക് റൈറ്റ്. ഇനി എവിടെയാ നമുക്ക് അടുത്ത സ്ഥലം? മൂവാറ്റുപുഴ. കോട്ടയം കഴിഞ്ഞിട്ടില്ല. കോട്ടയം കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ. നല്ല വഴിയാണ്. സൂപ്പർ ഇവിടെ 5 മണിക്കൂറായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ മാത്രം. സൂപ്പർ കട 5 മണിക്കൂറായി പോന്നിട്ട്. എളുപ്പമല്ല കേട്ടോ നമ്മുടെ നാട്ടില് വണ്ടി വിളിച്ചെത്തിക്കാനായിട്ട്. ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടോ. കോട്ടയം എത്തിയിട്ടില്ല. കോട്ടയം മുന്നേ എന്തിട്ടായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഇത്തിരി ദൂരമുള്ളൂ കോട്ടയത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മറ്റേ എന്താ പറയുക തട്ടണ ആളെ വിളിച്ചപ്പോൾ ആള് പറയാ 10 മണി കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10:30 വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ആള് രാത്രി എപ്പോൾ ചെന്നാലും തട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിലെ പോയി നേരം വിളിക്കുമ്പോൾ നമുക്ക് തട്ടി കിട്ടിയപ്പോൾ വരാം. ഇത് വെറും വിഡ്ഢിത്തരായിപ്പോയി. ഞാനിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും കിട്ടുമ്പോൾ കിട്ടട്ടെ. ഇവിടെ ഒരു കട കണ്ടു, തട്ടുകട. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. കോട്ടയം എത്തിയിട്ടോ നമ്മള്. അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലത്ത് പിന്നെ എന്തെങ്കിലും കിട്ടിയത് വാരി വലിച്ച് കഴിച്ചിങ്ങോട്ട് പോരാന്നല്ലാണ്ട് എയിമുള്ളത് ആയില്ല. ഇത് ചില സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ നമ്മൾ ഈ അറിയില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ പോണത്. അപ്പോൾ കിട്ടിയത് എന്തെങ്കിലും ചില സമയത്ത് മേടിച്ച് കഴിക്കാന്നല്ലാണ്ട് നല്ലതൊന്നും തപ്പിയാൽ കിട്ടലുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് 150 കിലോമീറ്റർ ആയി. കറക്റ്റ് കോട്ടയം. ഇനി കോട്ടയത്ത് നിന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തങ്ങാണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഈ തട്ടണ സ്ഥലത്തേക്ക് കോതമംഗലം റൂട്ടിലേക്ക് തിരിഞ്ഞ് പോകണം. അങ്ങനെയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇറക്കി കിട്ടൂല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. ഒരു 10:30 കഴിഞ്ഞിട്ട് ആളെ വിളിക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ട് ആളെ വിളിക്കാം. 10:30 വരെ ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ 10:30 ആകുമ്പോൾ ആളെ ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് എന്താ പറയണേന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് ഇനി അവിടെ വരെ പോകണ്ടെങ്കിൽ മെല്ലെ പോകാം. അല്ല ഉറക്കം വരണമെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി കിടന്നുറങ്ങാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കുറേ നേരമായിട്ട് ഞങ്ങൾ ശരിക്കും പെട്ടു കേട്ടോ. ഈ വണ്ടിയുടെ ബാക്കിലാണ് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു ആ സ്ഥലം? ഏറ്റുമാനൂര് കഴിഞ്ഞപ്പോൾ മുതൽ കയറ്റ ഇറക്കായിപ്പോൾ ഓരോ വണ്ടികളുടെ തടിവണ്ടികളുടെ കളിയാണ്. എന്തോരം തടിവണ്ടികളാണെന്നറിയാം പോണത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ പെട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. രക്ഷപ്പെട്ടു. ഭാരത് ബെൻസിൻ്റെ കുട്ടി ഭാരത് ബെൻസ്. പക്ഷെ ലോഡ് വലിയ വണ്ടിയിൽ കയറണം അത്ര ഉണ്ടേ. എന്തോരം വണ്ടികളാന്ന് നോക്കി ഇതേ കിടക്കണം അടുത്ത വണ്ടി. കണ്ട തടിവണ്ടികൾ മുഴുവൻ റോഡിൽ മുഴുവൻ ഒതുക്കിയിട്ടേക്കണ കാണാം. ഇഷ്ടം പോലെ വണ്ടികളാ. തടിവണ്ടികളുടെ കളിയാണ്.
വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും തടി കയറ്റി അങ്ങോട്ട് പോവാം. വീട്ടിൽ കിടക്കുന്ന തടി ഉണ്ടെങ്കിൽ വരെ അതും കയറ്റിക്കൊണ്ട് എവിടെയാന്ന് വെച്ചാൽ മില്ലിൽ കൊണ്ടുപോയി ഇടുക. പക്ഷേ ബോറടിക്കണ്ടാ വണ്ടി ഓടിച്ചിട്ട്? ബോറടിക്കണേന്നാ വണ്ടി ഓടിക്കണത്. വണ്ടി ഓടിച്ചാൽ ബോറടി മാറുകയാണ് ചെയ്യണേ. ഈ പ്രാവശ്യം നിന്റെ മുടി വെട്ടിയതാരാ? ജാതി സ്റ്റൈലായിട്ടുണ്ട്. ആ താടിയും മുടിയും നമുക്കൊന്ന് കറപ്പിക്കണം, എന്റെ പോലെ ആക്കണം. ഇതിപ്പോ ക്ലാസ്മേറ്റ് ആന്ന് പറയില്ല. ഞാനുള്ള കറുപ്പൊക്കെ വാരി തേച്ചിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇപ്പൊ നിനക്ക് കറുത്തത് വേണ്ടെന്ന് പറയണേ? ഒരു 10 രൂപയുടെ കേസുള്ളൂ കേട്ടാ. വേണമെങ്കിൽ ഒന്ന് കറുപ്പിക്കാം നമുക്ക്. വേണ്ട എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ നിർബന്ധിക്കണില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ ഇപ്പോ എത്താൻ പോണ സ്ഥലം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നേരെ കോതമംഗലത്തേക്കാണ് കേട്ടോ പോണത്. ഓടക്കാലിയാണ് നമ്മൾ പോണ സ്ഥലം. ഓടക്കാലിയിലാണ് നമ്മൾ ഈ പ്ലൈവുഡിന്റെ എന്തോ ഫാക്ടറിയിലേക്ക് എങ്ങാണ്ടാണ് ഇത് ഇറക്കണേന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ കിട്ടിയായിരുന്നു. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയാലും ചിലപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞ് അവർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിയൻകാർ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറക്കി നിർത്താം, പക്ഷെ പൈസയും കാര്യങ്ങളൊക്കെ നാളെയാണ് കിട്ടുള്ളൂ, രാവിലെയാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെയാണ് പൈസയൊക്കെ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രാത്രി യൂണിയൻകാർ ഇറക്കി തരും, രാത്രി തന്നെ പൈസ കിട്ടും, രാത്രി തന്നെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പം നേരെ എന്താ പറയുക വെൽഡിങ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചു. ആകെ പണി പാളി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഇനിയിപ്പോൾ ഉള്ളത് വെച്ച് ഓണാക്കാന്ന് പറഞ്ഞ പോലെ എത്ര സമയം കഴിയാലും എത്തുമ്പോൾ എത്തുക, തട്ടാണെങ്കിൽ തട്ടുക, ഇല്ലെങ്കിൽ നേരം വെളുത്തിട്ടാണെങ്കിൽ നേരം വെളുത്തിട്ട്. ഇപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം സാധാരണ നമുക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് എത്തുന്ന സംഭവം ഇതൊരു 8 മണിക്കൂറിൻ്റെ അടുത്തായി. ഈ പകൽ ഓടിയ കാരണം രാത്രി ഓടിയാൽ മതിയായിരുന്നു. പിന്നെ മൊത്തത്തിൽ തിരക്കിലാണ്ട് വരാനും പറ്റിയേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് അല്ലേ, ഇനി അടുത്ത പ്രാവശ്യം മുതൽ രാജേഷ് ഇതൊക്കെ ഒരു അനുഭവമാണ്, എല്ലാം പുതിയ പുതിയ അനുഭവം അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യും? രാത്രി മാത്രം എവിടെയായാലും ലോഡ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം ഹാപ്പി ആയിട്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതെ, അപ്പൊ ഉറക്കം കിട്ടും. ഇന്നിപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഉറക്കം വരാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. അത് കാരണം നീ വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. നീ അതാ പറഞ്ഞ, നീ വേണമെങ്കിൽ കയറി കിടന്നുറങ്ങിക്കോ, ഞാൻ ഓടിച്ചോളാം. വേണമെങ്കിൽ കിടന്നോ. നീ ഇന്നലെ എന്നിട്ട് 4 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റാണല്ലേ? ഇത് ഏതിലേക്ക് വണ്ടി കയറി വരുന്നത്? നീ അന്തോ കുന്തം ഇല്ലാണ്ട വരുന്നതേ. അപ്പൊ നമുക്ക് നേരെ മൂവാറ്റുപുഴ കേട്ടോ. മൂവാറ്റുപുഴ നേരെ കോതമംഗലം. ഓക്കെ, തൃശ്ശൂർക്ക് വെറും 81 കിലോമീറ്ററും അങ്കമാലി 35 കിലോമീറ്ററും. അങ്ങനെ നമ്മൾ ഓടക്കാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഇവിടുന്ന് റൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ള. ഈ ചെറിയ വഴിക്ക് ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. ഇതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വഴിക്ക് പോവാം, വണ്ടി പോവാം. ചെറിയ വഴിയൊന്നുമല്ല അല്ലേ? കട്ട പതിപ്പിച്ച് 2 കടയുടെ ഉള്ളിൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ചെറിയ വഴിയാവും. അപ്പോൾ നമ്മൾ ഇറക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നേരെ. ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്താവുന്നുള്ളത് അറിയില്ല, കാണാം. അങ്ങനെ നമ്മൾ പ്ലൈവുഡിൻ്റെ കമ്പനിയിൽ എത്തിയിട്ടോ. പ്ലൈവുഡിൻ്റെ കമ്പനിയിലെത്തി. ഇറക്കാൻ വേണ്ടിയിട്ട് യൂണിയൻകാരെ വിളിച്ചപ്പോൾ 2 പേരേ ഉള്ളൂ ഇന്ന് വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് അവർ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നാളെ രാവിലെ കാണാം കേട്ടോ.